കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും പി ജെ ജോസഫിനെ എല്ലാ തരത്തിലും ആക്രമിക്കാൻ പി സി ജോർജ് ശ്രമം നടത്തിയിരുന്നു. പി സി ജോർജും ഷോൺ ജോർജും കൃത്യമായും പി ജെ ജോസഫിന് പണി കൊടുക്കുന്ന പല കാര്യങ്ങളിലും മുൻപന്തിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ എല്ലാം ബദ്ധവൈരിയായി മാറിയിരിക്കുന്നത് ജോസ് കെ മാണിയാണ്. കാരണം നിരവധിയാണ്. പി സി ജോർജിന് ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു: പൂഞ്ഞാറിൽ ഇനിയൊരു ഭാവി ഉണ്ടെങ്കിൽ, അതുമാത്രമല്ല പൂഞ്ഞാറിലെ ജനതയെ കൃത്യമായി അവരെ ഒപ്പം നിർത്തണമെങ്കിൽ തീർച്ചയായും ബി ജെ പിയുമായുള്ള എല്ലാ കൂട്ടുകെട്ടും അവസാനിപ്പിച്ചാൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഷോണിനോട് കൃത്യമായും മോൻസ് ജോസഫിൻ്റെ അനുകൂലികൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ഡീലാണ് ഇത്. അതായത് ഷോൺ ജോർജ് വഴി കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി ജോസ് കെ മാണിയെ തകിടം മറിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ പി ജെ ജോസഫിന് പൂഞ്ഞാർ മേഖല കൂടി കിട്ടിയാൽ അത് സർവത്ര ആധിപത്യമായി മാറിക്കഴിയും. കോട്ടയത്തും ഇടുക്കിയിലുമുള്ള ഒട്ടുമുക്കാൽ മണ്ഡലങ്ങളിലും വലിയ ആധിപത്യത്തോടുകൂടി കേരള കോൺഗ്രസ് ജോസഫ് പക്ഷം നിറഞ്ഞാടും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാലായും പൂഞ്ഞാറുമൊക്കെ നിരവധിയായ കാരണങ്ങളാൽ പി ജെ ജോസഫിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഇതോടുകൂടി ജോസ് കെ മാണിക്ക് ഇനി നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയാണ്. ഡൽഹി രാഷ്ട്രീയത്തിൽ കുറച്ച് നാൾ കൂടി തുടർന്നാൽ അതിനുശേഷം രാജ്യസഭാ കാലാവധി അവസാനിക്കും. പിന്നെ എയറിലായിരിക്കും ജോസ് കെ മാണി. കൃത്യമായി പറഞ്ഞാൽ റോഷി കൂടി കൈവിട്ടാൽ തീരാവുന്ന കളികളെ ഇപ്പോൾ ജോസ് കെ മാണിക്ക് വശമുള്ളൂ. കേരള കോൺഗ്രസ് എമ്മിനെ പിടിച്ചു നിർത്താൻ ഒരു രീതിയിലും കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ റോഷി മന്ത്രിയാണ്. എന്നാൽ കാലാവധി തീരും മുമ്പേ രാജിവെച്ചൊഴിയാൻ ഏറെ സമ്മർദ്ദമാണ്. കാരണം റോഷിക്കറിയാം, ഇടുക്കി നിലനിർത്തണമെങ്കിൽ യു ഡി എഫുമായി സഹകരിച്ചേ മതിയാവുകയുള്ളൂ. ഇടതുപക്ഷത്തിന് ഇനി ഇടുക്കിയിൽ വേരോട്ടം കാണില്ല. ഇടുക്കിയിൽ വർഗീസിൻ്റെ അനുകൂലികൾ, പ്രത്യേകിച്ചും CPIM റോഷിയുമായി എല്ലാ രീതിയിലും തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. റോഷിക്ക് ഇടത് വോട്ടുകൾ സ്വാംശീകരിക്കാൻ കഴിയില്ല. റോഷിയുടെ പരമ്പരാഗത അടിത്തട്ട് എന്നത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെയും വോട്ടാണ്. അതിലേക്ക് CPIM അനുകൂലികൾ വോട്ട് ചെയ്യില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും റോഷിക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും. ഇതൊക്കെ തന്നെയാണ് അവിടെ എടുത്തു പറയേണ്ടത്. കൃത്യമായ ഒരു പുതിയ കൊളീജിയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ്. അതോടുകൂടി പി സി ജോർജും മകൻ ഷോൺ ജോർജും BJPയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ശുഭസൂചനയായി തന്നെ കണക്കാക്കാം. ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇടനില നിന്ന് കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ്. മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ പുതിയ നീക്കം നടത്തുകയാണ്. ഒരു വൻ ലയനമാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇനി കാണാൻ പോകുന്നത്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ലയനം. അതൊരുപക്ഷെ മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിനെ കീഴ്മേൽ മറിക്കും.